1000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലുണ്ടാക്കിയ സാധനം എന്താണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ ഇതൊരു മണ്ഡല ആർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ സെൻറ്ററിൽ വന്നിട്ട് ഒരു മിറർ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പൊളിഞ്ഞു പോയി. അതിനുശേഷം ഞാനിത് വോളിൽ തൂക്കിയിട്ടതായിരുന്നു കേട്ടോ. ഇത് അനിയത്തിയാണ് ഉണ്ടാക്കിയത്, ഞാനല്ല. അവളുടെ കഴിവാണ്. കാരണം അവൾക്ക് ഇങ്ങനത്തെ ഒരുപാട് ക്രാഫ്റ്റിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ കണ്ട സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു കേട്ടോ, 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ 500 ആയപ്പോൾ തന്നെ ഇതിലേക്കുള്ളൊരു പടി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരുന്നത്. കേക്ക് വാങ്ങിയാലോ എന്ന് വിചാരിച്ചു, പിന്നെ ബീച്ചിൽ പോയിട്ട് ഇങ്ങനെ എഴുതിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പല ഐഡിയകളും ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത ഒരു ഫ്രെയിം വർക്ക് ചെയ്യാമെന്നാണ് കേട്ടോ. പിന്നെ വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ 1000 എന്നൊക്കെ എഴുതി. അതിനുശേഷം ടൈം കിട്ടിയില്ല, പെട്ടെന്ന് 1000 ആയി. പെട്ടെന്നായിരുന്നു കേട്ടോ, ഞാൻ പ്രതീക്ഷിക്കാതെയാണ് 1000 ആയത്. അപ്പോൾ പിന്നെ അത് ചെയ്ത് തീരാനുള്ള സമയം കുറേ എടുക്കും. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്തത്. ഇത് അനിയത്തി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഐഡിയ പറഞ്ഞത്. ഇതിൻ്റെ സെൻറ്ററിൽ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു വന്നിട്ട് അത് വെച്ചാൽ മതിയെന്ന്. എന്തായാലും ഇതേ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത സമയത്ത് ഭയങ്കര വൃത്തിയേടൊക്കെ ആയിട്ടോ, വണ്ണെന്ന് എഴുതിയത് ഭയങ്കര വൃത്തിയേടൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ഓക്കെ, ഗം ചെയ്തപ്പം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കേട്ടോ, കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ട്. ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത 2-3 ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.